പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ ലേബർ കോഡാണ് കമ്പനികളെ ഇത്തരം കൂട്ടിപ്പിരിച്ചുവിടലുകൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും MP-യുമായ AH റഹീം. നിലവിലെ നിയമപ്രകാരം 300-ലധികം ജീവനക്കാരെ പിരിച്ചുവിടണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ കോറ ഹെൽത്തിനെ, അവരുടെ കമ്പനി മാനേജ്മെൻറ്റിനെ ഇത്തരമൊരു അന്യായമായ കൂട്ടപ്പിരിച്ചിൽ വിടലിന് പ്രേരിപ്പിച്ചത്, അവർക്കതിനുള്ള ധൈര്യം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ ലേബർ കോഡാണ്. ഈ ലേബർ കോഡിനെതിരായിട്ടായിരുന്നു രാജ്യത്തെ തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്കിയത്. ഞാൻ സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പണിമുടക്കിനെയെല്ലാം എങ്ങനെയായിരുന്നു അന്ന് കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും ചില വിമർശകരും എങ്ങനെയാണ് സമീപിച്ചത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ്. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2 ക്യാമ്പസുകളിലായി 800-ലധികം പേരെ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ 100 കണക്കിന് ആളുകളെ പിരിച്ചുവിടാം. ഇത് ലേബർ കോഡിൻ്റെ നടപ്പിലാക്കലാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, നിലവിലുള്ള നിയമങ്ങൾക്കിടയിലും കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് റോളുണ്ട്. ഇപ്പോൾ കോറ ഹെൽത്തിൻ്റെ പ്രശ്നത്തിൽ നേരിട്ട് ആവശ്യപ്പെടാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ലേബർ കോഡിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണവും പ്രതിരോധവും നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്പർ 2, സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുത്. ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് 300-ലധികം പേരെ പിരിച്ചുവിടുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യവസ്ഥ. അപ്പോൾ ഇപ്പോഴും സംസ്ഥാന സർക്കാരിനകത്ത് റോളുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓർമ്മപ്പെടുത്താനുള്ളത്, ലേബർ കോഡ് വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് സർക്കാർ മാത്രമാണ്, കഴിഞ്ഞ LDF സർക്കാർ, ഇന്ത്യയിൽ ഒരേ ഒരു സർക്കാർ മാത്രമാണ് അതിനെതിരെ, അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, നടപ്പിലാക്കാതിരുന്ന ചില സർക്കാരുകളുണ്ടെന്ന് പറയുന്നു, പക്ഷേ എങ്കിലും കോൺഗ്രസ് BJP സർക്കാരുകളെല്ലാം നടപ്പിലാക്കി. ഒരു സർക്കാർ മാത്രമാണ് അത് സംബന്ധിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ വെച്ചത്. അത് ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് LDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്, സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുത്. ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം. സംസ്ഥാനത്തിന് അധികാരമുണ്ട്. കേന്ദ്രത്തോട് ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു നിയമയുദ്ധത്തിനും ജനാധിപത്യ യുദ്ധത്തിനും സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. മറ്റ് കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തതുപോലെ ലേബർ കോഡ് നടപ്പിലാക്കി ഇതുപോലുള്ള ചെറിയ പ്രായത്തിലുള്ള യൗവനത്തെ, ഈ തൊഴിലാളികളെ, ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടലിനുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കരുത്, അവസരമൊരുക്കി കൊടുക്കരുത്. കേരള സർക്കാർ നോക്കുകുത്തിയാകരുത് എന്നാണ് DYFIക്ക് സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത്.